ലഹരി ദുരന്തത്തെക്കുറിച്ച് വേണ്ടത്ര അറിവോ ജാഗ്രതയോ ഇവർക്കില്ല എന്നതാണ് വാസ്തവം. യഥാർത്ഥത്തിൽ എന്താണ് ലഹരി? ഏതൊരു വസ്തു ഉപയോഗിക്കുമ്പോഴും അത് വീണ്ടും വീണ്ടും ഉപയോഗിക്കണമെന്നുള്ള തോന്നലുണ്ടാക്കുന്ന അനുഭൂതിയാണ് ലഹരി വസ്തുക്കൾ എന്ന് നമുക്ക് വിളിക്കാം. മനുഷ്യന്റെ സ്വാഭാവിക അവസ്ഥയെ മാറ്റിമറിക്കാൻ കഴിവുള്ള പ്രകൃതിജന്യമോ കൃത്രിമമോ ആയ ഏതൊരു വസ്തുവിനെ നമുക്ക് ലഹരി വസ്തുക്കൾ എന്ന് വിളിക്കാം. പലരും ഒരു തമാശ രൂപേണ തുടങ്ങി പിന്നീട് കാട്ടുതീയേക്കാൾ വേഗതയിൽ പടർന്ന് പന്തലിച്ച് സമൂഹത്തിന് വലിയൊരു ആഘാതമാണ് സൃഷ്ടിക്കുന്നത്. കഞ്ചാവ് മുതൽ സ്റ്റാമ്പ് വരെ പല പേരിലാണ് ഈ ലഹരി വസ്തുക്കൾ അറിയപ്പെടുന്നത്. ടാബ്ലറ്റ്, ഇഞ്ചക്ഷൻ, പൗഡർ, അങ്ങനെ പല രൂപേണ നമ്മളിലേക്ക് എത്തിയേക്കാം. ആഘോഷ പരിപാടികളിലോ മറ്റേതെങ്കിലും സന്ദർഭങ്ങളിലോ ഇത്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുവാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് തന്നിരിക്കും. ഒരു പ്രാവശ്യം അവരുടെ വലയിൽ അകപ്പെട്ടാൽ ആ വല ഭേദിച്ച് പുറത്തു കടക്കുവാൻ അതത്ര എളുപ്പമല്ല. ഓരോ ലഹരി പാർട്ടിയും അവസാനിക്കുന്നത് മൂല്യവതായ നിങ്ങളുടെ ജീവിത ശൈലിയും കൊണ്ടാണ്. ആണത്വം പെണ്ണത്വം തെളിയിക്കുവാൻ നേരം ഒരു പ്രാവശ്യം ഓർക്കുക. ഒരു പ്രാവശ്യം എന്നത് പിന്നീട് പല തവണ എന്നായേക്കും. പിന്നീട് തിരിച്ചു കയറാനാവാത്ത വിധം ആയത്തിലേക്ക് വീണു പോയേക്കും. നിങ്ങൾ ഒരു ട്രക്ക് അഡിക്റ്റായി മാറിയാൽ ലഹരി വാങ്ങുവാനുള്ള പണത്തിനായി കള്ളനോ കൊലപാതകയായി മാറിയേക്കാം. അവസാനമായി ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ, ലഹരിക്കുള്ളതല്ല ജീവിതം, ജീവിതത്തിനുള്ളതാണ് ലഹരി. ജാതി, മത, വർണ്ണ, വർഗ, ലിംഗഭേദ, കക്ഷി രാഷ്ട്രീയമില്ലാതെ തോളോട് തോൾ ചേർത്ത് നമുക്ക് ലഹരിയോട് പോരാടാം. ജീവിതമാകുന്ന ലഹരിയിലേക്ക് തിരിച്ചു വരാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.